ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായ നോമിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ ലാലേട്ടൻ ശ്രീധുവിനെ വിളിക്കുകയാണ്. ലാലേട്ടൻ പറയുകയാണ്, ശ്രീധു നോമിനേഷനിൽ വന്നല്ലോ, എന്താണ് ശ്രീധുവിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. അത് ലാലേട്ടൻ, ഞാൻ എന്തോ പറയേണ്ടത്, ഇവിടെ ഉള്ളവർക്കെല്ലാം എന്നെക്കുറിച്ച് ഒരുവിധം നല്ല അഭിപ്രായമാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റിയതും നോമിനേഷനിൽ വരാൻ പറ്റിയതും ഒക്കെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുവെന്ന് ശ്രീധു പറയുന്നു. പിന്നെ ലാലേട്ടൻ, ഞാനിവിടെ ജെനുവിനായാണ് നിൽക്കുന്നത് എന്ന് ശ്രീധു പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു, എല്ലാവരും പറയുന്നുള്ളൂ ഈ ജെനുവിനായി നിൽക്കുന്നു എന്നൊക്കെ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രീധു പറയുന്നു, എന്ന് വെച്ചാൽ ഞാൻ ജെനുവിനായി നിൽക്കുന്നു, അതായത് ആത്മാർത്ഥമായി തന്നെയാണ് എല്ലാ കാര്യങ്ങളും, ഗെയിമിലാണെങ്കിലും അല്ലാതെ ഇവിടെയുള്ള കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നത്. ഞാനൊരു കള്ളത്തരവും കാണിച്ചിട്ടില്ല, എൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്ന് ശ്രീധു ലാലേട്ടനോട് പറയുകയാണ്. ശ്രീധുവിന് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ലാലേട്ടൻ പറയാതെ പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ എല്ലാവർക്കും, കൂടെയുള്ള എല്ലാവർക്കും തന്നെ ശ്രീധുവിന് പുറത്ത് നല്ല സപ്പോർട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ്. ലാലേട്ടൻ ശ്രീധുവിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ സേഫായല്ലോ, എന്തായാലും തുടർന്ന് നന്നായി തന്നെ ഗെയിം കളിക്കുക എന്നൊക്കെ ലാലേട്ടൻ പറയുന്നു. ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിലാണ്, ലാലേട്ടൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് വളരെ സന്തോഷത്തിലാണ് അർജുൻ ശ്രീധുവിനെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നത്. ഇനി എല്ലാവരും ഗെയിമിൽ വളരെയധികം നന്നായി തന്നെ കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ 6 പേരാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു മത്സരം തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുണ്ടാവുക.